നമസ്കാരം. നമ്മുടെ MLA-മാരും MP-മാരും ഒക്കെ എങ്ങനെയാണ്? വളരെ ശുഷ്കാന്തി ഉള്ളവരാണോ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ സുരക്ഷിതരാക്കുന്നവരാണോ? ആണോ? അല്ല എന്നതാണ് എൻ്റെ അനുഭവം. എന്നാൽ ചിലരൊക്കെ അല്ലാത്തവരുണ്ട് കേട്ടോ. ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ കഴിയാത്ത, തിരിച്ചറിയാൻ കഴിയുന്ന കുറെ MLA-മാര് നമുക്കുണ്ട്. അതിലൊരാളാണ് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ആള്. ഈ മാത്യു കുഴൽനാടന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഈ പിണറായി സർക്കാർ അദ്ദേഹത്തിന്റെ വീട് അളക്കാൻ പോയപ്പോൾ, അദ്ദേഹത്തിന്റെ മൂന്നാറിലെയോ അവിടെ എവിടെയോ ഉള്ള റിസോർട്ട് അളക്കാൻ പോയപ്പോൾ, പിന്നെ അതുപോലെ പല കാര്യങ്ങളും മതിൽ കെട്ടി വേലി കെട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുന്ന സമയത്ത് ഇതേ മാത്യു കുഴൽനാടന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കാണിക്കാത്ത, അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ഫെബ്രുവരി 3-ാം തീയതി ശനിയാഴ്ച ഞാൻ അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചു. അദ്ദേഹവുമായിട്ട് സംസാരിച്ച ശേഷമാണ് ഞാൻ മെയിൽ അയച്ചത്. അന്നേ ദിവസം വേറെ പലർക്കും ഞാൻ മെയിൽ അയച്ചു. അതിൽ ഒന്നാണ് TV ഇബ്രാഹിം എന്ന് പറഞ്ഞ വ്യക്തിക്ക്. അന്നേ ദിവസം മെയിൽ അയച്ചിട്ടുള്ള മറ്റൊരാളാണ് സ്പീക്കർ ഷംസീർ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇടതിലും വലതിലും ഉള്ള കുറെ എണ്ണത്തിന് ഞാൻ അയച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല, എനിക്ക് തന്നെ അറിയില്ല. കിട്ടിയ മെയിലിലൊക്കെ ഞാൻ അയച്ചു. ഒക്കെ MLA-മാര് തന്നെയാണ്. കുറച്ചുപേരെ മന്ത്രിമാരാണ്. മന്ത്രിക്കൊക്കെ വിളിച്ചു, പലരോടും സംസാരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഏതായാലും മാത്യു കുഴൽനാടൻ മുതൽ തുടങ്ങാം നമുക്ക്. മാത്യു കുഴൽനാടനെ ഞാൻ വിളിച്ചു, അദ്ദേഹം സംസാരിച്ചു. ഞാൻ എന്റെ വിഷയം പറഞ്ഞു. സാർ, ആഫ്റ്റർ കോവിഡ് ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട് ഇവിടെ. അതായത് ഓൺലൈനായിട്ട് ഇവിടെ കുറെ ആൾക്കാർ ഉപജീവന മാർഗം നടത്തുന്നുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് ക്ലാസ്സുകൾ നടത്തി ഉപജീവന മാർഗം നടത്താം എന്ന് കോവിഡ് ആയപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായത്. മറ്റെല്ലാം റെഗുലർ കോഴ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അത്തരത്തിൽ എന്റെ കോഴ്സുകളും ഓഫ്ലൈനായിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റഡി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, ക്ലാസ്സുകൾ മറ്റും നടന്നിരുന്നു, കോഴ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈനാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ആ ഓഫീസ് ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് ലാപ്ടോപ്പിൽ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ തയ്യാറാക്കുന്നു. ഞാൻ അതിന്റെ വെബ്സൈറ്റിലൂടെയും ആപ്ലിക്കേഷനിലൂടെയും ഞാനത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ലൈവായിട്ട് ഞാൻ ഗൂഗിൾ മീറ്റിലും സൂമിലും ഞാൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റെല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് എൻ്റെ മൊബൈൽ ഫോണും ഒരു കമ്പ്യൂട്ടറുമാണ് എൻ്റെ ആയുധം. അപ്പൊ സ്വാഭാവികമായിട്ടും അത് വെച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് വേണം, ഒരു ആപ്ലിക്കേഷൻ വേണം. ഈ വെബ്സൈറ്റിലും ഈ ആപ്ലിക്കേഷനിലും പേയ്മെന്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ നമ്പർ വെച്ച് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു വൃത്തികെട്ട ഏർപ്പാടാണ്. ആ സ്ഥാനത്ത് പേയ്മെന്റ് ഗേറ്റ്വേ വേണം. അത്തരത്തിൽ പേയ്മെന്റ് ഗേറ്റ്വേ വേണമെന്നുണ്ടെങ്കിൽ അതിന് GST അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് രജിസ്ട്രേഷൻ വേണം. ആ രജിസ്ട്രേഷന് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ പോലെ ഒരു രജിസ്ട്രേഷനുള്ള സംവിധാനം ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായത് മാത്യു കുഴൽനാടനാണ്. ഒരൊറ്റ വരിയിൽ മനസ്സിലായി. ഞാൻ കാര്യം പറഞ്ഞു വളരെ നല്ല അഭിപ്രായമാണ്, ഇത് ആവശ്യമാണ്, ഇതുകൂടെ നടപ്പിലാക്കേണ്ടതാണെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് സാബ്, ഒരു ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ സംസ്ഥാന സർക്കാരിലേക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷന്റെ ഒരു പകർപ്പും കുഴൽനാടനോടുള്ള പകർപ്പും ഞാൻ മൂപ്പർക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. ഇതുപോലെ തന്നെയാണ് ഷംസീറിനും അയച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക്, നിങ്ങൾ MLA-മാർ, എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന MLA-മാർ, നിങ്ങളുടെ ഇൻബോക്സിൽ sabu.kottoti@gmail.com എന്ന് ഒരു മെയിൽ സെർച്ച് ചെയ്യൂ. അതിനകത്ത് വന്നിട്ടുണ്ടോയെന്നറിയാം. sabukotty@gmail.com ഒരു ഇൻബോക്സിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, അത് ഉണ്ടോയെന്നറിയാം. ഞാൻ അയച്ചതാ, നിങ്ങളെ മെയിൽ ബോക്സ് കിടപ്പുണ്ട്. എത്ര പേര് തുറന്നു നോക്കിയിട്ടുണ്ട്? കുഴൽനാടൻ തുറന്നു നോക്കിയില്ല. അത് കുഴൽനാടന്റെ പേഴ്സണൽ സ്റ്റാഫിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്, ഞാൻ ഇന്നും സംസാരിച്ചിരുന്നു. ഇന്ന് ഓഫീസിൽ നിന്ന് മെയിൽ എടുക്കാമെന്ന് പറഞ്ഞു. കുഴൽനാടൻ തിരിച്ചിങ്ങോട്ട് വിളിച്ച സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അത് മുഴുമിക്കാൻ പോലും കഴിയാതെ മൂപ്പര് ഫോൺ വെച്ചു. അതുപോട്ടെ, എന്തിനാണ് ഈ രജിസ്ട്രേഷൻ? നമുക്ക് വരുമാനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കണമെങ്കിൽ രജിസ്ട്രേഷൻ വേണം. എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? ഈ ഗവൺമെന്റ് സർക്കാർ പറഞ്ഞത്, നിങ്ങൾ ഒരു PDO റൂം എടുക്കണം, എന്നിട്ട് ആ PDO റൂമിൽ നിങ്ങളൊരു ബോർഡ് വെക്കണം, അതിനെ ലൈസൻസ് തരാൻ പറ്റൂ എന്ന്. എനിക്കതിന്റെ ആവശ്യമില്ല. എനിക്കെന്നല്ല, കേരളത്തിൽ ഒരുപാടുണ്ട്, ജനലക്ഷങ്ങളുണ്ട്, അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർ വീട്ടിലിരുന്നാണ് ആയിരക്കണക്കിന് പേർ ക്ലാസ് എടുക്കുന്നത്. അവർക്ക് വേണ്ടത് അവരുടെ ആധാറും പാൻ കാർഡും അവരെ വീട്ടിലെ നമ്പറും വെച്ചുകൊണ്ടുള്ള ലൈസൻസ് ആണ്. എന്നാൽ അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു പേയ്മെന്റ് ഗേറ്റ്വേ കിട്ടുള്ളൂ. അതായത് ഉദ്യം രജിസ്ട്രേഷൻ പോലെ, കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ഉദ്യം രജിസ്ട്രേഷൻ പോലെ ഒരു രജിസ്ട്രേഷൻ ഇവിടെ വേണം. അതുണ്ടെങ്കിലേ നടക്കുമെന്ന്. കാരണം ഉദ്യം രജിസ്ട്രേഷൻ ഒരു ആധാറിൽ ഒന്നേ കൊടുക്കുള്ളൂ. ഒരു 2 പ്രസ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് മുന്നോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംവിധാനം വേണമെന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഒരു ക്ലാസ്സും മറ്റു കാര്യങ്ങളും നടത്താൻ വേണ്ടി ഒരു രജിസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷനേ ഉള്ളൂ. വേറെ സ്വന്തം അറിയാം. ഞാനതിൽ അപേക്ഷിച്ചു. കഴിഞ്ഞിട്ട് ഇതിന്റെ അപേക്ഷയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു.
തിരിച്ചു വന്നിട്ട് കൊണ്ടോട്ടിന്ന് ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്, സാർ ഞങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് തരാൻ നിവൃത്തിയില്ല. ഞാൻ വെച്ചാൽ എന്താ കാരണം? സാർ നിങ്ങൾക്ക് ഓൺലൈനാണ്, നിങ്ങൾക്ക് സ്ഥാപനമില്ല. ഞാൻ ഓൺലൈനാണ്, ഓൺലൈനിന് വേണ്ടിയിട്ടാണ് എനിക്ക് ലൈസൻസ് ആവശ്യം, അപ്പോൾ അത് തരാൻ കഴിയില്ല അത്രേ. അതിനവർ പറയുന്നത്, സാർ നമ്മുടെ നിയമം 1963 ഉണ്ടാക്കിയ നിയമമാണ്, അതുകൊണ്ട് തരാൻ കഴിയില്ല. ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിച്ചു, എന്ത് പിരാന്താണ് നിങ്ങൾ പറയുന്നത്? 1963 ഉണ്ടാക്കിയ നിയമമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അപേക്ഷ സ്വീകരിച്ചതും എന്റെ ഫീസായിട്ടുള്ള 1000 രൂപ സ്വീകരിച്ചും എല്ലാം ഓൺലൈനിലാണ്. നിങ്ങൾ പരിശോധിച്ചതും ഓൺലൈനാണ്. എന്റെ റെക്കോർഡ്സും ഞാൻ സബ്മിറ്റ് ചെയ്ത റെക്കോർഡ്സ് എല്ലാം പരിശോധിച്ചത് നിങ്ങൾ ഓൺലൈനിലാണ്. അങ്ങനെ ഓൺലൈനിൽ പരിശോധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ഫോണിൽ വിളിച്ചു പറയുന്നു നിങ്ങൾക്കത് പറ്റൂല, അത് ശരിയാവൂല. അത് എവിടുത്തെ രീതിയാണ്? സാർ ഞങ്ങളുടെ നിയമത്തിലില്ല. ഞാൻ ചോദിക്കട്ടെ, മിസ്റ്റർ പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ളവർ, നിങ്ങൾക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇവിടെ ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം കണ്ട് സംസാരിക്കുന്ന സംവിധാനങ്ങളും എല്ലാം ലോകം വിരൽത്തുമ്പിലുണ്ട്. ഈ വിരൽത്തുമ്പിലുള്ളതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ. അവരുടെ വീട് ഒരു റൂം ഓഫീസാക്കി പണിയെടുക്കുമ്പോൾ കംപ്ലീറ്റ് ഓൺലൈൻ ആകുമ്പോൾ അവരിൽ നിന്ന് നികുതി ഈടാക്കാൻ നിങ്ങൾ എന്താ തയ്യാറാകാത്തത്? ഈ സർക്കാരിന്റെ റവന്യൂ ഇല്ലേ അത്? ഈ സർക്കാരിന്റെ റവന്യൂ ഉണ്ടാക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങളില്ലേ? ഒരു മാസം എത്ര കോടി രൂപ അങ്ങനെ വരുമാനം കിട്ടും? എന്താ നമ്മളെ MLA ഇത് ചിന്തിക്കാത്തത്? ഈ മാത്യു കോഴിനാടൻ ഇത് ചിന്തിക്കാത്തത്? അദ്ദേഹം ഒരു അക്കൗണ്ട്സ് കൃത്യമായിട്ട് അറിയുന്ന ആളാണ്, ബുദ്ധിമാനാണ്, കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇത്രയധികം MLA ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് മാത്യു കോഴിനാടനെയാണ്. പക്ഷെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല, ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് ഇത്രയും ആയിരങ്ങൾ, പതിനായിരക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു MLA-ക്ക് ഒന്ന് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് പിന്നെ MLA സ്ഥാനത്തിരിക്കുന്നത്? അതൊന്ന്. ഇതുപോലെ ഞാൻ മറ്റൊരു MLA-ക്ക് ഒരു മെയിൽ ചെയ്തു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. സാർ എന്തായാലും ഒന്ന് അയക്കേ, അപ്പൊ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. കൂടുതലൊന്നും പറഞ്ഞില്ല, ഞാൻ പ്രതീക്ഷയൊന്നും വെച്ചില്ല. മുസ്ലിം ലീഗിന്റെ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമാണ് ആള്. അദ്ദേഹം എന്താ ഞാൻ അയച്ചു കൊടുത്തത്, മെയിൽ അയച്ചത്, അദ്ദേഹം പ്രിന്റ് എടുത്തിട്ട് ആ സാധനം തിരുവനന്തപുരത്ത് ഈ ബന്ധപ്പെട്ട ഓഫീസിൽ അദ്ദേഹം എത്തിച്ചു കൊടുത്തു ചെയ്യാൻ വേണ്ടിയിട്ട്. നിയമസഭയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടോ ഇത്തരത്തിലൊരു സംവിധാനം? ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ലൈസൻസ് കൊടുക്കുന്നതിൽ ഇങ്ങനെ ഓൺലൈൻ സംരംഭങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം വെക്കാനുള്ള ഒരു കാര്യം അയാൾ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവിടെ നിന്നൊരു നോട്ടീസ് വന്നു, ഇദ്ദേഹം അവിടെ എത്തിച്ചു എന്ന് പറഞ്ഞിട്ട്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷനിൽ ഒരു ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിലൊരു ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഓൺലൈൻ സംരംഭങ്ങൾക്ക് ഇതുപോലെ വീട്ടിലിരിക്കുന്നവർക്ക്, വർക്ക് ഫ്രം ഹോം ഇരിക്കുന്നവർക്ക് പേയ്മെന്റ് ഗേറ്റ്വേക്കും GST അടയ്ക്കാനും വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു എന്റെ ആപ്ലിക്കേഷൻ, എന്റെ ആ ഒരു നിർദ്ദേശം സർക്കാരിൽ എത്തിച്ചു, ബന്ധപ്പെട്ട വകുപ്പിൽ എത്തിച്ചു. പക്ഷെ അത് എവിടെയും എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കേരളത്തിലെ MLA കൂടി വിചാരിക്കണം. അങ്ങനെ അയച്ചു കൊടുത്തതിന് സർക്കാരിൽ നിന്ന് എനിക്ക് അയച്ചു കിട്ടിയ കടലാസാണിത്. അതായത് ഇതിൽ TV ഇബ്രാഹിം, ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി MLA ശ്രീ TV ഇബ്രാഹിം അവർക്ക് താങ്കൾ സമർപ്പിച്ച അപേക്ഷമേലുള്ള റിപ്പോർട്ട് ഈ കാര്യാലയത്തിൽ നിന്ന് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് അവിടെ നിന്ന് ആ വിവരം, അതിന്റെ ഗ്രീവൻസ് നമ്പർ അടക്കം എനിക്ക് തന്നിട്ടുണ്ട്. വ്യവസായ വാണിജ്യ ഡയറക്ടറുടെ കാര്യാലയം, 3ാം നില, വികാസ് ഭവൻ, തിരുവനന്തപുരം. അവിടെ നിന്നാണ് എനിക്കിത് വന്നത്. ഇത്ര MLA സ്പീക്കർ അടക്കമുള്ള കുറെ ആൾക്കാർക്കും അയച്ചു കൊടുത്തിട്ട് ഈ TV ഇബ്രാഹിം എന്ന് പറഞ്ഞ അത്രയധികം ഒരു മേഖലയിൽ ഒരു പരിചയമില്ലാത്ത, എന്നാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള അദ്ദേഹത്തിന് അത് അവിടെ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് തോന്നിയ ആ ഒരു മനസ്സിന്റെ ഏഴയിലത്ത് ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന, ഓൺലൈനിനെ കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന മാറ്റിക്കൊടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്റെ സംസാരം ഒഴിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം അത് ചെയ്യേണ്ടത്, ഇതുപോലെ MLA ശ്രദ്ധിക്കേണ്ടതാണ്. എന്റെ ഈ സംസാരം കേൾക്കുന്ന MLA ഇത് അത്യാവശ്യമാണ്, എല്ലാവർക്കും അത്യാവശ്യമാണ്. ഒരുപാട് പേർ ഇത്തരത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളും കോഴ്സുകളും ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർ സ്വയം വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അവരൊന്നും സർക്കാർ നികുതി കൊടുക്കുന്നില്ല, ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. അവർക്ക് അധികം വരുമാനം ഉണ്ടെങ്കിൽ അതിന്റെ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഫീസ് വാങ്ങിയെടുക്കുമ്പോൾ ആ ഫീസിന് GST ഉണ്ട്. ആ GSTന്റെ ഒരു വിഹിതം ഈ സർക്കാരിലേക്ക് കിട്ടേണ്ടതാണ്. അത് വേണ്ടേ? സർക്കാരിന് ടാക്സ് വേണ്ടേ? ആ ഒരു സംവിധാനം വരണം. അത് ഉദ്യം രജിസ്ട്രേഷനിൽ വരുത്താൻ കഴിയുന്നുണ്ട്. കേരളത്തിലും അതിലൊരു സംവിധാനം വേണം. ഇന്ത്യയിൽ തന്നെയാണ് കേരളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ പിണറായി സർക്കാർ, താങ്കളുടെ ഖജനാവിൽ പണമില്ല, പൂച്ചയും പറ്റി പുല്ലും കുരുത്ത് കിടക്കാണെന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെയും പണം ഉണ്ടാക്കിയെടുക്കാനുള്ള ചില മാർഗങ്ങളുണ്ട്. താങ്കളുടെ MLA അത് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള താങ്കളുടെ താഴെയുള്ള MLA അവർക്ക് തിരിയാത്തത് താങ്കൾക്ക് തിരിയുമെന്നുണ്ടെങ്കിൽ താങ്കൾ ഇതൊന്ന് നടപ്പിലാക്കാൻ ശ്രദ്ധിക്കണം.